നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെ ഭയമുണ്ടോ? ഈ ചർച്ച ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ വീണ എസ് നായരാണ്. ഞാൻ കിഫ്ബി CEO സ്ഥാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം. വായിച്ചു നോക്കിയപ്പോൾ ഒരു ഭീഷണി പോലെ തോന്നി. ഈ ചിന്ത കൊണ്ടുചെന്നെത്തിച്ചത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള SNC ലാവ്ലിൻ കേസിൽ CBI സാക്ഷി പട്ടികയിൽ 72ാം സാക്ഷിയായുള്ള വ്യക്തിയാണ് കെ.എം. എബ്രഹാം. രേഖകൾ പരിശോധിച്ചപ്പോൾ SNC ലാവ്ലിൻ ഇടപാടിനെതിരെ മൊഴി നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ലാവ്ലിൻ ഇടപാട് നടക്കുന്ന കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാം CBIക്ക് കൊടുത്ത മൊഴിയിൽ സംശയങ്ങൾ ഉയർത്തുകയാണ് അഡ്വക്കേറ്റ് വീണ എസ് നായർ. വീണ എസ് നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് ചുവടെ: ഡോക്ടർ കെ.എം. എബ്രഹാം സാറിന് സംസ്ഥാന ഖജനാവിൽ നിന്നും മാസം 6,75,000 രൂപയാണ് നൽകുന്നത്. ഇതെന്തിനാണ് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മിടുക്കരായ IAS ഓഫീസർമാർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എബ്രഹാം സാറിന്റെ ബുദ്ധി തന്നെ. റീ എംപ്ലോയ്മെന്റ് ഒഴിവാക്കി കിഫ്ബി CEO കരാർ നിയമനമാക്കി ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങാനുള്ള തന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് മൂവ് എന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ അഴിമതി കേസിൽ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹം ഇറക്കിയ കുറിപ്പിലെ ഒരു വാചകം കണ്ടപ്പോൾ ആ അഭിപ്രായം മാറി. ഞാൻ കിഫ്ബി CEO സ്ഥാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കാം. വായിച്ചു നോക്കിയപ്പോൾ ഒരു ഭീഷണി പോലെ തോന്നി. ഈ ചിന്ത കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള SNC ലാവ്ലിൻ കേസിൽ CBI സാക്ഷി പട്ടികയിൽ 72ാം സാക്ഷിയായുള്ള വ്യക്തിയാണ് കെ.എം. എബ്രഹാം. രേഖകൾ പരിശോധിച്ചപ്പോൾ SNC ലാവ്ലിൻ ഇടപാടിനെതിരെ മൊഴി നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ലാവ്ലിൻ ഇടപാട് നടക്കുന്ന കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാം CBIക്ക് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്: വകുപ്പുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായി SBI അല്ലെങ്കിൽ ബാങ്കുകളുടെ കൺസോർഷ്യം എന്നിവയ്ക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കാൻ പാടുള്ളൂ. കാനഡയിലെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോലുള്ള വിദേശ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളിൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കാൻ പാടുള്ളതല്ല. KSEB വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാന സർക്കാർ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന് വായ്പ തിരിച്ചു നൽകേണ്ടി വരും. ഇത് കേന്ദ്ര സർക്കാരിന്റെ 27/8/98 പുറത്തിറക്കിയ നിബന്ധനകൾക്ക് വിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ GOMS 20/98/PD കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളെ മറികടക്കാനുള്ള തന്ത്രമാണ്. കനേഡിയൻ കമ്പനികളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിന് മുൻപായി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സംസ്ഥാന ധനകാര്യ വകുപ്പ് എന്നിവയുമായി KSEB കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല. വായ്പ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കേരള സർക്കാരിന്റെ അനുവാദം വാങ്ങിച്ചിരിക്കണം. എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ വാങ്ങിയാൽ അതിന്റെ പലിശ നിരക്ക് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന 6.8% 18.6% വിദേശ വായ്പകളിൽ വിവിധ തരം അധിക ചാർജുകൾ വരുന്നത് കൊണ്ടാണ് ഈ വർധനവ്. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്താൽ ഭീമമായ ഈ നഷ്ടം ഒഴിവാക്കാമായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മാസപ്പടി ചുഴിയിൽപ്പെട്ട് കിടക്കുന്ന മുഖ്യൻ സ്വയം രാജിവെക്കാതെ എങ്ങനെ എബ്രഹാം സാറിനോട് രാജിവെക്കാൻ പറയും? ഇനി നിങ്ങൾ പറയൂ, എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് അല്ലേ? അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ CBI അന്വേഷണ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ കെ.എം. എബ്രഹാം ഒരുങ്ങുകയാണ്. അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തി. തന്റെ വാദം കേട്ടില്ല എന്ന എബ്രഹാമിന്റെ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാരും. കിഫ്ബി CEO കെ.എം. എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ പ്രധാന കാരണങ്ങളിലൊന്നാണ് കൊല്ലം കടപ്പാക്കടയിലെ വാണിജ്യ സമുച്ചയം. കെട്ടിടത്തിൽ എബ്രഹാമിനും ഉടമസ്ഥാവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ് കേസിൽ നിർണായകമായത്. എന്നാൽ സഹോദരന്മാർക്കൊപ്പം കെട്ടിടം പണിയാനുണ്ടാക്കിയ ധാരണാപത്രം കോടതി പരിഗണിച്ചില്ല എന്നാണ് കെ.എം. എബ്രഹാമിന്റെ വിമർശനം. ബാങ്ക് അടക്കം പ്രവർത്തിക്കുന്നതാണ് കടപ്പാക്കടയിലെ ബഹുനില കെട്ടിടം. തനിക്കും സഹോദരന്മാർക്കുമായി ലഭിച്ച പാരമ്പര്യ സ്വത്തിൽ
വാണിജ്യ സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചുവെന്ന് എബ്രഹാം കോടതിയിൽ പ്രതികരിച്ചു. തന്റെ സമ്പാദ്യം പര്യാപ്തമല്ല എന്ന് കണ്ടപ്പോൾ സഹോദരങ്ങൾ ധനസഹായം നൽകാൻ സമ്മതിച്ചു. അവരുടെ നിക്ഷേപം തിരിച്ചുപിടിക്കുന്നതുവരെ അവകാശം സ്ഥിരീകരിക്കുന്നതിനാണ് ധാരണാപത്രം ഒപ്പിട്ടത്. സുതാര്യമായ ബാങ്ക് രേഖകളുള്ള ഈ ഇടപാട് വിജിലൻസിന് ബോധ്യപ്പെട്ടു. എന്നാൽ ഹൈക്കോടതി ഈ ധാരണയുടെ സാധുതയെ ചോദ്യം ചെയ്തു എന്നുമായിരുന്നു കിഫ്ബിയിലെ ജീവനക്കാർക്ക് KM എബ്രഹാം നൽകിയ വിശുദിന സന്ദേശത്തിലെ വിമർശനം. കെട്ടിടം പണിയുന്നതിന് കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ച അനുമതി പത്രമടക്കം ഹർജിക്കാരൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതാണ് KM എബ്രഹാമിന് തിരിച്ചടിയായത്. 8 കോടി രൂപയുടെ സമുച്ചയം സഹോദരന്റെ പേരിലായതിനാലാണ് സ്വത്ത് വിവരത്തിൽ ഉൾപ്പെടാത്തതെന്നാണ് KM എബ്രഹാം വിജിലൻസിന് നൽകിയ മൊഴിയെന്ന് ഹർജിക്കാരൻ വാദിക്കുന്നു. ഇനിയുള്ള CBI അന്വേഷണത്തിലും കോടതി നടപടികളിലും കടപ്പാക്കടയിലെ സമുച്ചയവും വിവാദമായി ഉയർന്നു നിൽക്കും. കെട്ടിടമടക്കമുള്ള വിഷയങ്ങളിൽ അപ്പീലുമായി പോകാനാണ് KM എബ്രഹാമിന്റെ നീക്കം.